ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. കൈവിട്. നീ നിധിയുടെ ആളാ. വേണ്ടാത്ത എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരും. ആ, അത് ശരിയാ. നീ അങ്ങോട്ട് എഴുന്നേറ്റ് നിന്നേ. ഇത്തരം കാര്യങ്ങളൊക്കെ ആരെങ്കിലും നുണ പറയൂ ശിവാനി? അത്തരക്കാരി അല്ല നിർമ്മലാന്റെ. ആ, ഇതുകൊണ്ട് തന്നെയാ ഇവിടെ നോക്കണ്ട എന്ന് ശിവാനി പറഞ്ഞത്. മാറി നിൽക്കാൻ അവളോട് പറഞ്ഞ ഉടനെ സപ്പോർട്ട് ചെയ്യാൻ വന്നില്ലേ നീ? പ്രണവേ, ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങൾക്ക് നിൽക്കണ്ട. വേഗം ശിവാനിയെ ആശുപത്രിയിൽ കൊണ്ടുപോയി ചെക്കപ്പ് നടത്തും. എന്നിട്ട് ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യും. അതെ അതെ, അതാ നല്ലത്. അല്ലമ്മേ, ഇതിപ്പോ ഏത് ഡോക്ടറെ കാണിക്കുന്നേ നല്ലത്? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടോടാ മോനെ? നമ്മുടെ ഡോക്ടർ അഭിരാമി ഉള്ളപ്പോ വേറെ ഡോക്ടറെ അന്വേഷിക്കുന്നത് എന്തിനാ? ഈ അഭിരാമി ഡോക്ടറുടെ അടുത്ത് ചെന്ന് ഉറപ്പായും പിടിവീഴും. ശിവാനി, വാ, നമുക്ക് ഇപ്പൊ തന്നെ പോവാം. വേണ്ട ആന്റി, നമുക്ക് ആ ഡോക്ടറുടെ അടുത്ത് പോണ്ട. ആ ഡോക്ടർക്ക് എന്താ കുഴപ്പം? നമ്മുടെ ഫാമിലി ഡോക്ടർ അല്ലേ? അതല്ല ആന്റി, ഇപ്പൊ തന്നെ നിധിയുടെ കാര്യത്തില് കുറെ നെഗറ്റീവ് ഒക്കെ പറഞ്ഞ ആളല്ലേ ആ ഡോക്ടർ. എന്തോ അവരുടെ അടുത്തേക്ക് പോവാൻ എനിക്കെന്തോ താല്പര്യമില്ല. നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഡോക്ടറുടെ അടുത്ത് പോവാം. വേറെ ഡോക്ടർ എന്ന് പറയുമ്പോ അതിപ്പോ ആരുടെ അടുത്ത് പോവാനാ? അതെ, എനിക്ക് പരിചയമുള്ളൊരു ഡോക്ടറുണ്ട്, ഡോക്ടർ ഇന്ദുലേഖ. നമുക്ക് ആ ഡോക്ടറെ പോയി കാണാം. ആ, ഏത് ഡോക്ടർ ആയാലും കുഴപ്പമില്ല. നിനക്ക് വിശ്വാസമുള്ള ഡോക്ടറെ തന്നെ കാണാം. എന്തായാലും എനിക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി കിട്ടണം, അത്രേ ഉള്ളൂ. പ്രണവേ, ഞാനും വരാം. ഇപ്പൊ തന്നെ നമുക്ക് പോവാം. വാ, നീ വണ്ടി എടുക്ക്. ശിവാനിയുടെ പ്രഗ്നൻസി കൺഫേം ആയി കഴിഞ്ഞാൽ ഇവിടെ കളിയങ്ങ് മാറാൻ പോവാ. പിന്നെ അവളായിരിക്കും ഇവിടുത്തെ രാജ്ഞി. ചിലരൊക്കെ ഇവിടെ വെറും വേസ്റ്റ് ആവും. എന്റെ ഭഗവതി, നിധിക്ക് സംഭവിച്ചതുപോലെയൊന്നും ശിവാനിക്ക് സംഭവിക്കല്ലേ. ഡോക്ടർ വിളിച്ചൊരു നല്ല വാർത്തയായിരിക്കണേ പറയുന്നത്. എടാ മോനെ, ശിവാനി പ്രഗ്നന്റ് ആണെന്നത് ഉറപ്പല്ലേ? പിന്നല്ലാതെ. അമ്മയുടെ മൂത്ത മരുമകളെ പോലെ കള്ളം പറഞ്ഞ് പറ്റിക്കുമെന്ന് പേടിയുണ്ടാ? അമ്മ ധൈര്യമായിട്ടിരിക്കമ്മേ. ഡോക്ടർ പരിശോധന കഴിഞ്ഞ് ഇപ്പൊ വിളിച്ച ആ സന്തോഷ വാർത്ത നമ്മളോട് രണ്ടുപേരും പറയും. അങ്ങനെയാണെങ്കിൽ അത് നല്ല കാര്യം മോനെ. പക്ഷേ അതിന്റെ പേരിൽ നീ നിധിയെ കുറ്റപ്പെടുത്തണ്ട. നിധി ആരെയും പറഞ്ഞു പറ്റിച്ചതൊന്നും അല്ലല്ലോ. ചതി ചെയ്തത് ദൈവമല്ലേ? അകത്തേക്ക് വിളിക്കുന്നു. വാ. ചെല്ലു. വാ, ഇരിക്കേ. കൺഗ്രാറ്റ്സ് പ്രണവ്, നിങ്ങളൊരു അച്ഛനാവാൻ പോവുകയാണ്. മോളെ ശിവാനി, നീ ഈശ്വരമംഗലത്തിനൊരു പുതിയ തലമുറയെ തരാൻ പോവാ.
എടമോനെ, ഒരുപാട് സന്തോഷമായി ഈ അമ്മയ്ക്ക്. ഡോക്ടർ പ്ലീസ്, ഡോക്ടർ എന്നെ രക്ഷിക്കണം. എന്റെ ഭർത്താവിനോടും അമ്മായിയമ്മയോടും ഞാൻ ഒരിക്കലും ഒരു അമ്മയാവില്ലെന്നുള്ള സത്യം ദയവ് ചെയ്ത് ഡോക്ടർ പറയരുത് പ്ലീസ്. എന്താ ശിവാനി ഇത്? എഴുന്നേൽക്ക്, എഴുന്നേൽക്കാൻ. ഇല്ല, ഡോക്ടർ സമ്മതിച്ചേ പറ്റൂ. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് ഡോക്ടർ അവരോട് പറയണം പ്ലീസ്. കുട്ടി എന്തൊക്കെയാ ഈ പറയുന്നത്? കള്ളം പറയാനോ? ഇല്ലാത്ത പ്രഗ്നൻസി ഉണ്ടെന്ന് ഞാൻ എങ്ങനെ പറയും? നടക്കില്ല, ഞാൻ പറയില്ല. കുട്ടി എഴുന്നേറ്റ് പോവാൻ നോക്ക്. ദയവ് ചെയ്ത് ഡോക്ടർ എന്നെ കൈവിടരുത്. എനിക്ക് വേറെ വഴിയില്ല. ഞാനൊരു പാവപ്പെട്ട വീട്ടിലെ പെണ്ണ്. ഭർത്താവിന്റെ വീട്ടുകാരാണെങ്കിൽ വലിയ പണക്കാരും. ലവ് മാരേജ്. എന്നെ പുറത്താക്കാൻ എന്തെങ്കിലും കാരണം നോക്കി നിൽക്കുക അവിടുത്തെ വീട്ടുകാര്. എനിക്കൊരിക്കലും അമ്മയാവാനാകില്ലെന്ന് അറിഞ്ഞ ഈ നിമിഷം അവരെന്നെ അവിടുന്ന് ഉപേക്ഷിക്കും. പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. എന്നെ എന്റെ വീട്ടിൽ പോലും കയറ്റില്ല. ഏതെങ്കിലും ട്രെയിനിന് മുന്നിൽ ചാടിച്ചാവല്ലാതെ വേറെ വഴിയില്ല എനിക്ക്. എന്നെ രക്ഷിക്കണം ഡോക്ടർ ഇത് പ്ലീസ്. നിസ്സാര കാര്യമല്ല. പ്രഗ്നൻസി എന്നൊക്കെ പറയുന്നത് കള്ളം പറയാനും മറച്ചു വെക്കാനും പറ്റുന്ന കാര്യമാണ് കുട്ടി. 3 മാസം കഴിയുമ്പോൾ വയറ് വെക്കാൻ തുടങ്ങും. അപ്പൊ എന്ത് ചെയ്യും? 3 മാസം ഉണ്ടല്ലോ. അതിനിടയിൽ എന്തെങ്കിലും ഒരു വഴി ഞാൻ കണ്ടുപിടിച്ചോളാം. എനിക്ക് ഇപ്പൊ ഒരു സാവകാശം കിട്ടിയാൽ മാത്രം മതി. അതൊന്നും നടക്കുന്ന കാര്യമല്ല. നോക്കു ശിവാനി, ഇതൊന്നും എന്റെ എത്തിക്സിന് ചേരുന്ന കാര്യമല്ല. ഇതൊക്കെ റിസ്ക് ആണ്. പ്ലീസ് ഡോക്ടർ, എന്നെ കൈവിടരുത്. എനിക്ക് വേറെ വഴിയില്ലാത്തോണ്ട്. നോ നോ ശിവാനി, നടക്കില്ലത്. ഡോക്ടർ നോ എന്ന് പറഞ്ഞ എനിക്ക് എന്റെ ജീവിതത്തോട് നോ പറയേണ്ടി വരും. അതല്ലാതെ വേറെ വഴിയില്ല എനിക്ക്. നാളെ ഏതെങ്കിലും റെയിൽവേ ട്രാക്കിൽ എന്റെ ഡെഡ് ബോഡി കണ്ടു എന്ന വാർത്ത കേൾക്കുമ്പോ ഡോക്ടറിന്റെ മുന്നിൽ നിന്ന് കരയുന്ന എന്റെ ഈ മുഖം ഓർമ്മ വരും ഡോക്ടറിന്. ഡോക്ടർ, സ്കാനിംഗ് റിപ്പോർട്ടുകളൊക്കെ നോക്കിയിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഏയ്, കുഴപ്പമൊന്നുമില്ല. ഇനി അങ്ങോട്ട് കഴിക്കേണ്ട ഭക്ഷണങ്ങളും മരുന്നുകളും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എന്നോട് പറയണം. ഞാൻ നോക്കിക്കോളാം ഇവിടെ. ഞങ്ങളുടെ കുടുംബം അടുത്ത തലമുറയ്ക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ വേണം ഞങ്ങൾക്ക് ഡോക്ടർ തരാൻ. മരുന്നിന്റെയും ഭക്ഷണത്തിന്റെ എല്ലാ കാര്യവും ഞാൻ ശിവാനിയോട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ എപ്പ ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നും അമ്മയുടെ മരുമോക്ക് നന്നായിട്ട് അറിയാം. മെഡിസിൻസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫാർമസിയിൽ നിന്ന് വാങ്ങിയാൽ മതി. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ? ആ, എന്നാ അങ്ങനെ ആവട്ടെ. താങ്ക്സ് ഡോക്ടർ. ആ, ശരി. പതുക്കെ വാ. ശിവാനി, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. 3 മാസം കെയർഫുൾ ആയിരിക്കണം. വേണ്ട എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. അത് ഞാൻ ചെയ്തോളാം. താങ്ക് യു ഡോക്ടർ. താങ്ക് യു. എന്നാ പോയിക്കോളൂ. കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടപ്പോഴേ അത് നിങ്ങളായിരിക്കുമെന്ന് എനിക്ക് തോന്നി. പോയ കാര്യം എന്തായി? എത്ര നേരമായി ഞാൻ കാത്തിരിക്കുകയാണെന്ന് അറിയോ? ഡോക്ടർ എന്ത് പറഞ്ഞു? ഗുഡ് ന്യൂസ് അല്ലേ?
അതെ ആന്റി, ശിവാനി പ്രഗ്നന്റാ. കൺഗ്രാറ്റുലേഷൻ ശിവാനി. എന്തായാലും നീ ഒരു സന്തോഷ വാർത്ത തന്നല്ലോ എനിക്ക്. ഐ എം സോ ഹാപ്പി. നിധി, ഞാൻ ഊഹിച്ചതുപോലെയാണ് കാര്യങ്ങൾ. ശിവാനിക്ക് വിശേഷമുണ്ട്. കൺഗ്രാറ്റ്സ് ശിവാനി.